ഗൈസ്, അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോവാം. അപ്പൊ ഞങ്ങൾ വൈക്കുന്നവർക്ക് എന്നോ ഒരു സ്വകാര്യ അഹങ്കാരാണ് ഞങ്ങളുടെ സ്വന്തം വൈക്കത്തെ അമ്പലവും വൈക്കത്തെ അഷ്ടമി. പിന്നെ അഷ്ടമി വിടാൻ നമുക്ക് പറ്റിയില്ല, കാരണം അപ്പൊ ലീവ് കിട്ടിയപ്പോഴത്തേക്ക് അഷ്ടമി എന്നെ കഴിഞ്ഞു പോയി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വൈക്കത്തപ്പന്റെ സ്വന്തം നാട്ടിലെ, അതായത് നമ്മുടെ അന്നദാനം പ്രഭുവിന്റെ നാട്ടിലെ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ലെന്നാണല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് വൈക്കത്തപ്പന്റെ പ്രാതൽ വയ്ക്കാനാണ് പോകുന്നത്, മെയിനായിട്ട് ഫുഡ്. അപ്പോ അഷ്ടമിയുടെ കഴിഞ്ഞോണ്ട് തിരക്കൊന്നും കാണില്ല വിചാരിച്ചാണ് പോയത്. ഇന്നെന്താ വൃത്തിയെന്ന് അറിയില്ല, ഭയങ്കര തിരക്ക്. പിന്നെ നമ്മള് അവിടുന്ന് അപ്പൊ തന്നെ ഒരു മഞ്ഞപ്പാസം ഒപ്പിച്ച് നമുക്ക് ആദ്യം കയറി കഴിക്കാം. ഇത് എന്റെ മാമിയുടെയൊക്കെ വക പ്രാതലായോണ്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ഉണ്ടായിരുന്നേ. അങ്ങനെ അന്നദാനമൊക്കെ കഴിഞ്ഞ് നമ്മള് ആ മസ്റ്റ് ആയിട്ടുള്ള അവിടുത്തെ വിശ്രമങ്ങളുണ്ടല്ലോ, ആ വിശ്രമ വേളയിൽ നമ്മൾ വേദയുടെ ഒരു കൂട്ടുകാരനെ കണ്ടെത്തി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു കാര്യം, പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ മിണ്ടിയാൽ വലിയ പ്രശ്നമാണ്. ജനറേഷൻ്റെ ഒരു പോക്കേ. ശിവ നമ്മള് അപ്പോ അന്ന് വൈക്കത്തപ്പനോട് നന്ദിയും പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു വീട്ടിൽ പോവാന്. അത്രേ ഉള്ളു ഗായ്സ്.